ഹായ്, സോളാറിനെ പറ്റിയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ സോളാർ പാനൽ വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മുടെ വീടിന് ആവശ്യമായ എത്ര കിലോ വാട്ടിൻ്റെ സോളാർ പാനലാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത്? കൂടാതെ ഈ സ്ഥാപിക്കുന്ന സോളാർ പാനലിന് മുടക്കുമുതലായ തുക എത്ര നാൾ കൊണ്ട് നമുക്ക് തിരിച്ച് ലഭിക്കും? പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം? എങ്ങനെ ഈ സോളാറിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ നമുക്ക് എന്തെല്ലാം കാര്യത്തിനായിട്ട് വിനിയോഗിക്കാൻ പറ്റും? ഇവയെല്ലാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അഥവാ നിങ്ങൾ പുതിയതായി സോളാർ പാനൽ സ്ഥാപിക്കാൻ പോകുന്നവരാണോ, അവരെന്തെല്ലാം ശ്രദ്ധിക്കണം? ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ പുതിയതായി സോളാർ പാനൽ സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ എത്ര KW നമ്മൾ വെക്കണം എന്നത് എന്തിനെല്ലാം ബന്ധപ്പെട്ടിരിക്കും. അതിന് നിങ്ങളുടെ വീട്ടിൽ എത്ര രൂപയുടെ കറണ്ട് ചാർജാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 3000 എബോവ് ആണ് നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ചാർജ് എന്ന് കരുതുക. കൂടാതെ നിങ്ങൾ ഭാവിയിൽ ഒരു ഇലക്ട്രിക് വണ്ടി 2 വീലറോ 4 വീലറോ വാങ്ങുവാണെങ്കിൽ അതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ സോളാറിൻ്റെ കപ്പാസിറ്റി നിശ്ചയിക്കാൻ. ഒരു 3 KW ആണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3000 രൂപ കറണ്ട് ചാർജ് മീറ്റ് ചെയ്യുന്നെങ്കിൽ, സപ്പോസ് നിങ്ങൾ ഭാവിയിൽ AC ഒക്കെ വെക്കുകയാണെങ്കിൽ തന്നെയും ചിലപ്പോൾ നിങ്ങളുടെ നീഡ്സിനനുസരിച്ചിട്ട് ഈ സോളാറിൻ്റെ ജനറേഷൻ മീറ്റ് ചെയ്യണമെന്നില്ല. സോ എപ്പോഴും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങൾ നാളെ ഭാവിയിൽ വീട്ടിലുള്ള ഉപകരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴോ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുമ്പോഴോ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു സോളാർ പാനൽ സ്ഥാപിക്കാൻ. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്നത് 5 KW ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതാണ് എനിക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ലഭിച്ച കൊട്ടേഷൻ. ഞാനിവിടെ ചോദിച്ചിരുന്നത് അവരോട് 5 KW ഒരു സോളാർ പാനലിൻ്റെ എസ്റ്റിമേറ്റാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് അവൻ്റെ ഡീറ്റെയിൽ തന്നു. ഇതിൻ്റെ അകത്തൊരു 5 KW പാനൽ, AC DB, ഇൻവെർട്ടർ, ബാക്കി നോർമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് അവർ തന്ന കൊട്ടേഷൻ എമൗണ്ട് 3,23,450 രൂപയാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവരോട് കുറച്ച് ബാർഗെയിൻ ചെയ്യും, എന്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് തരാൻ പറ്റും. അവർ പറഞ്ഞു മാക്സിമം കുറച്ചാണ് ഇട്ടേക്കുന്നതെന്ന് പറയും. എന്നിരുന്നാൽ പോലും നമ്മൾ ഇതിനകത്തൊരു സ്റ്റഡി നടത്തുമ്പോഴത്തേക്ക് റൂഫിംഗ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. കൂടാതെ KCBയിലേക്ക് വേണ്ട ആപ്ലിക്കേഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് ഇതൊന്നും അവരിൽ നിന്ന് ചെയ്യിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. കുറച്ചിട്ടുള്ള എമൗണ്ടാണ് എനിക്ക് തരേണ്ടതെന്ന് പറഞ്ഞു. രജിസ്ട്രേഷൻ ഫീസ് അറൗണ്ട് എനിക്ക് 1000 + GST ആണെന്ന് 5 KW. അത് കഴിഞ്ഞിട്ട് ഇത് പ്രോസസ്സാകുന്ന സമയത്ത് ഒരു സോളാർ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് വരും. അത് ഏകദേശം ഒരു 5000 rupees + GST ആണ്. ഇതാണ് ആ ബില്ല്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാമല്ലോ നിങ്ങൾക്ക് 5000 GSTയും SGSTയും വന്നേക്കുന്നത്. ഈ എമൗണ്ട് നമുക്ക് KCB റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സോളാറിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, KCB നമ്മളും തമ്മിലൊരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, സോളാറിൻ്റെ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് KCBയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കൂടാതെ ഒരു റിക്വസ്റ്റും ഇതോടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. സോ നമ്മൾ പറഞ്ഞ എമൗണ്ടുകളിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് തരാൻ കമ്പനിയോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അവരെന്ത് ചെയ്തു, റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് തന്നു. ഏകദേശം അവർ ആദ്യമേ തന്ന എസ്റ്റിമേറ്റിൽ നിന്നും റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് ആയപ്പോഴേക്കും 18,380 രൂപയുടെ വ്യത്യാസം വന്നു. പിന്നെ നമുക്ക് KCB കൂടാതെ MNRE സബ്സിഡിയായി 78,000 രൂപയും കുറച്ച് ടോട്ടൽ നെറ്റ് എമൗണ്ട് നമുക്ക് വന്നത് 2,27,070 രൂപയാണ് നമുക്ക് ലാസ്റ്റ് എസ്റ്റിമേറ്റായി ലഭിച്ചത്. ഇനി നിങ്ങൾക്ക് ഈ കൊട്ടേഷൻ തരുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നിങ്ങളുടെ വീട്ടിൽ വെക്കാൻ പോകുന്ന ഏത് ടൈപ്പ് പാനലാണ് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. അപ്പം ഞാനിവിടെ പറഞ്ഞത് അദാനിയുടെ ഇനി പാനൽ മതി. അതാകുമ്പോഴത്തേക്ക് ബൈഫേഷ്യലാണ്, കൂടാതെ ഹാഫ് കട്ടുമാണ്. അതുപോലെ തന്നെ ഇപ്പം ഇതാണ് സോളാർ പാനൽ അദാനിയുടേത്. ഇത് ബൈഫേഷ്യലാണ്, ഹാഫ് കട്ടുമാണ്. ഈ ബൈഫേഷ്യൽ ആകുമ്പോഴത്തേക്ക് ഈ കാണുന്ന പാനൽസ്, സോളാർ സെൽസുകൾ തൊട്ട് താഴെയും ഇതേപോലെ തന്നെ കാണും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് 2 സൈഡിലും നിങ്ങൾക്ക് ജനറേഷൻ കിട്ടും. അതായത് ഈ മെയിൻ സൈഡിലും ഈ പാനലിൻ്റെ ഫ്രണ്ട് സൈഡിലും ജനറേഷൻ കിട്ടും. താഴെ പതിക്കുന്ന നമ്മുടെ കോൺക്രീറ്റ് റൂഫിൽ പതിക്കുന്ന അത് തിരിച്ചു പോയിട്ട് അടിയിലുള്ള പാനലിലേക്ക് വന്ന് വീണ് അവിടെയും സോളാറിൻ്റെ ജനറേഷൻ കിട്ടും. പിന്നെ ഇതാണ് ഹാഫ് കട്ട് എന്ന് പറയുന്നത്. ഈ ഹാഫ് കട്ട് ആയതുകൊണ്ട് തന്നെ പണ്ടത്തെയൊക്കെ സോളാർ പാനൽ വെക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഫുൾ ഇത് വർക്കാകാതെ ഇരിക്കും. പക്ഷേ ഈ പാനലിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞാലും പ്രശ്നമില്ല, ബാക്കി ഒരു 1 സെറ്റ് ഓഫ് സെൽസ് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് അത്രയും ലോസ് കുറയും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സെല്ലിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ്.
ഇപ്പം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു ഗ്രാഫ്. ഈ ഗ്രാഫ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പേരുകൾ അറിഞ്ഞിരിക്കണം. അതാണ് ഒന്ന് GHIയും ഒന്ന് GTI എന്ന് പറയുന്നത്. ഈ GHI എന്ന് പറയുന്നത് ഗ്ലോബൽ ഹൊറിസോണ്ടൽ ഇറിഡിയൻസും GTI എന്ന് പറയുന്നത് ഗ്ലോബൽ ടിൽറ്റ് ഇറിഡിയൻസ് എന്നാണ്. അതായത് വേറെ കാര്യമൊന്നുമില്ല, നമ്മുടെ ഭൂമിയിൽ സൺലൈറ്റ് വീഴുന്നത് ഒന്ന് ഹൊറിസോണ്ടലായിട്ടും വീഴും, ഒന്ന് ടിൽട്ടായിട്ടും വന്ന് വീഴും. അപ്പം അത് മെഷർ ചെയ്യുന്നതാണ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് വാല്യൂലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം സപ്പോസ് നമ്മുടെ സൂര്യനിൽ നിന്ന് നമ്മുടെ സോളാർ പാനലിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, ആ ഇറിഡിയൻസ് എന്ന് പറയുന്നത് ഒരു 200 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നതിൻ്റെ റേഞ്ച് ഒരു 2 മേലെ ആയിരിക്കും. അതായത് ഒരു 3ക്കും 2നും ഇടയ്ക്കായിട്ടിരിക്കും. അന്നേരം നമ്മുടെ സെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് പവറാണ് 110.6 എന്ന് പറയുന്നത്. അതേപോലെ 400 വരുമ്പോഴത്തേക്ക് എത്ര ആമ്പിയർ ആയിരിക്കും ജനറേറ്റ് ചെയ്യുക, അന്നേരത്തെ പവർ എത്രയായിരിക്കും. അതേപോലെ 800 വരുമ്പോൾ 1000 വരുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഇവിടെ ഒരു പീക്കൊക്കെ എന്ന് പറയുന്നത് 1100 അല്ലെങ്കിൽ 1200 വരെയൊക്കെ നമ്മുടെ ഇവിടെ ഈ GHI പോകാറുണ്ട്. GTIയും ഏകദേശം അത്രയൊക്കെ തന്നെ വരാറുണ്ട്. എങ്കിലും നിങ്ങളുടെ പ്രിമൈസസിൽ ഒരു കമ്പനി വന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറയണം ഒരു WMS മീറ്റർ ഉപയോഗിച്ചിട്ട് GHIയും GTIയും കാലിബ്രേറ്റ് ചെയ്ത് നോക്കണം. GHIയും GTIയും കൃത്യമായിട്ട് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ സോളാർ പാനൽ സ്ഥാപിക്കാവൂ. ഒരു പക്ഷേ നമ്മൾ GHIയും GTIയും കൃത്യമായിട്ട് ചെക്ക് ചെയ്യാതെ സോളാർ പാനൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജനറേഷനെ അത് വളരെയധികം ബാധിക്കുകയും നമ്മുടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും. നമ്മൾ വിചാരിക്കും ഇത്രയും പൈസ മുടക്കി ഈ പാനൽ വെച്ചിട്ടും എന്തുകൊണ്ട് എനിക്ക് സോളാർ ജനറേഷൻ കിട്ടുന്നില്ല. ഒരു പരിധിവരെ ഈ GHIയും GTIയും കുറയുന്നതാണ് ഏറ്റവും കൂടുതൽ സോളാർ ജനറേഷൻ കുറയാൻ കാര്യം. അടുത്തതായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഗുഡ്വിയുടെ ഇൻവെർട്ടറാണ്. ഞാൻ ഈ ഗുഡ്വിയുടെ ഇൻവെർട്ടർ സെലക്ട് ചെയ്യാന്ന് പറയുന്നത്, ഞാനിപ്പോൾ 5 kWൻ്റെ സോളാർ പാനലാണ് വെച്ചതെന്ന് കരുതുക. ഒരു സോളാർ പാനലിൻ്റെ അദാനിയുടെ ഈ പറഞ്ഞ ടോപ്കോൺ സീരീസുള്ള ഈ പാനലിൻ്റെ ഒരു പാനലിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് 575 വാട്ടാണ്. അങ്ങനെ 9 പാനലാണ് അവർ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് നെറ്റ് കിട്ടുന്നതെന്ന് പറയുന്ന പവർ എന്ന് പറയുന്നത് 575 × 9 ചെയ്യുമ്പം 5175 വാട്ടാണ്. ഇതൊരു ഇൻവെർട്ടർ, ഇതൊരു DC ആണല്ലോ. ഈ DC ആണ് നമുക്ക് സോളാറിൽ നിന്ന് കിട്ടുന്നത്. ആ DC നമുക്ക് AC ആക്കി മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞത് 5175 വാട്ട് കിട്ടത്തില്ല, ഏകദേശം ഒരു 4800. ബാക്കി ഭാഗം എന്ത് ചെയ്യും, ലോസ് ആയിട്ട് സംഭവിച്ച് പോകും. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും 5 kWൻ്റെ ഒരു പാനൽ സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AC ഒരിക്കലും 5 kWൻ്റെ തന്നെ കിട്ടാറില്ല. ലോസ് കഴിഞ്ഞിട്ടുള്ള 4800, 4600 അല്ലെങ്കിൽ 4700 റേഞ്ചിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിലുള്ള AC പവർ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഞാൻ ഭാവിയിൽ എനിക്ക് ഈ പറയുന്ന പോലെ ഒരു 5ൽ നിന്ന് ഒരു 6 ആക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ് ഞാൻ ചൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഗുഡ്വിയുടെ ഇൻവെർട്ടറിലേക്ക് പോയത്. ഈ ഗുഡ്വിയുടെ ഇൻവെർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 6 kW വരെ ഇതിന് താങ്ങാൻ കഴിയും. സോ എനിക്കിപ്പോൾ 5 kWൻ്റെ DC വെച്ചത് എനിക്ക് വേണമെങ്കിൽ 2 പാനലൂടെ കൂട്ടി വെക്കാം. അപ്പോൾ ഏകദേശം എനിക്കൊരു 6 kW വരെ എൻ്റെ ഈ ഗുഡ്വിയുടെ ഇൻവെർട്ടർ താങ്ങും. സോ ഞാൻ അതുകൊണ്ടാണ് ഈ ഗുഡ്വിയുടെ ഇൻവെർട്ടറായ GW5000DNS 6500 വരെ ഇൻപുട്ട് പവറിന് താങ്ങാൻ പറ്റും. അപ്പോൾ അത്ര എനിക്കൊരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഈ സോളാർ സിസ്റ്റത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാനോ അപ്ഗ്രേഡ് ചെയ്യാനോ എനിക്ക് സാധിക്കും. മറ്റൊരു കേസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു 3 kWൻ്റെ ഒരു സോളാർ പാനലാണ് വെക്കുന്നതെങ്കിൽ, ഇൻവെർട്ടറുള്ള ഒരു സോളാർ പാനലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അപ്ഗ്രേഡേഷൻ പോസിബിൾ അല്ല. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇൻവെർട്ടർ മാറ്റണം. അപ്പോൾ ഒരു 3 kWൻ്റെ ഒരു നോർമൽ ഇൻവെർട്ടർ, നല്ല ക്വാളിറ്റി ഒരു ഇൻവെർട്ടറിന് മിനിമം ഒരു 50,000 അല്ലെങ്കിൽ ഒരു 40,000 മുതൽ 50,000 വരെ റേറ്റ് വരാം. സോ അവിടെ നിങ്ങൾ 3 kWൻ്റെ ഇൻവെർട്ടർ മാറ്റി 5 kWയിലേക്ക് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എമൗണ്ട് ഏകദേശം 40,000 റുപ്പീസിൻ്റെ ലോസും പ്ലസ് 5 kWൻ്റെ ഒരു ഇൻവെർട്ടറിന് ഏകദേശം ഒരു 67,000 റുപ്പീസോളം ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കാം എത്ര രൂപ നിങ്ങൾക്ക് അവിടെ നഷ്ടം ഉണ്ടാവുമെന്ന്. അപ്പോൾ ആ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യമേ ഡിസൈഡ് ചെയ്യണം, ഫ്യൂച്ചർ അപ്ഗ്രേഡേഷന് എനിക്ക് എത്രത്തോളം പോകാം, എനിക്ക് എത്രത്തോളം നിലവിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഒരുപാട് എത്ര കിലോവാട്ടിൻ്റേതാകണം എന്നുള്ളതിൽ തീരുമാനത്തിലേക്ക് എത്താൻ. 5 kWൻ്റെ
ഒരു സോളാർ പാനലാണ് വെച്ചിരിക്കുന്നതെങ്കിലും പക്ഷേ എനിക്ക് ഭാവിയിൽ ഒരു 6 kW കൂട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻവേർട്ടർ അതിന് താങ്ങാൻ പറ്റുന്നതാണോ നോക്കണം. ഞാൻ അതുകൊണ്ടാണ് ഈ ഗുഡ്വിയുടെ ഇൻവേർട്ടർ ചൂസ് ചെയ്തത്. സോ നിങ്ങൾക്ക് 6500 വരെ എന്ത് ചെയ്യാം, ഈ സോളാർ പാനൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ എനിക്ക് ഭാവിയിൽ ഫ്യൂച്ചറിലൊരു അപ്ഗ്രേഡേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കിവിടെ ഇൻവേർട്ടർ മാറ്റി സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സോളാർ ജനറേഷനെ പറ്റിയും നമുക്ക് 2 കേസ് സ്റ്റഡി ആയിട്ട് ചെയ്തു നോക്കാം. കൂടാതെ എത്ര രൂപ KCB നമുക്ക് ഈ ജനറേറ്റ് ചെയ്ത യൂണിറ്റിന് നമുക്ക് എത്ര രൂപ തരും, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്.